തെരഞ്ഞെടുപ്പ് ചൂടിൽ നടന്ന ഗുരുവായൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷമായ LDF ന്യൂനപക്ഷമായി. എതിർപക്ഷത്തെ അംഗബലം കുറഞ്ഞതറിഞ്ഞ് UDF അവസരത്തിനൊത്ത് ഉയർന്നപ്പോൾ ചെയർപേഴ്സന് അജണ്ട മാറ്റിവെക്കേണ്ടി വന്നു. ആദ്യം ഉണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ സംബന്ധിച്ച 5 അജണ്ടകളാണ് മാറ്റിവെക്കേണ്ടി വന്നത്. പ്രതിപക്ഷം വോട്ടിംഗ് ആവശ്യപ്പെട്ടെങ്കിലും സ്വന്തം പക്ഷത്ത് ആൾബലം കുറഞ്ഞത് മനസ്സിലാക്കിയ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ വോട്ടിങ്ങിന് മുതിരാതെ അജണ്ടകൾ മാറ്റിവെക്കുകയായിരുന്നു. അജണ്ട മാറ്റിവെക്കേണ്ടി വന്ന ഭരണപക്ഷത്തെ പ്രതിപക്ഷത്തെ ആൻഡോ തോമസ് ഒന്ന് ഉപദേശിക്കുകയും ചെയ്തു. മതിയായ ആളുകളുടെ എണ്ണം നികത്താനുള്ള രാഷ്ട്രീയ ആർജവം നിങ്ങൾ കാണിക്കുമായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തല്ല. കാരണം പറഞ്ഞാൽ അതിന്റെ അംഗബലത്തിന്റെ കുറവിന്റെ കാരണത്താൽ ഒരു അജണ്ട മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് രാഷ്ട്രീയ വീഴ്ച തന്നെയാണ്. അത് തുടർന്നുള്ള കൗൺസിലിനകത്ത് നിങ്ങൾക്കത് ബോധ്യപ്പെടും. ആ രീതിയിൽ ബോധ്യപ്പെട്ടാൽ ആ തരത്തിൽ പോകണം. കേരളം ഒരു സ്റ്റാറ്റ്യൂട്ടറി നടക്കേണ്ട ഒരു അജണ്ട പോലും മാറ്റിവെക്കേണ്ട രീതിയിലേക്ക് ചെയർമാനും സെക്രട്ടറിയും നിർദ്ദേശപ്രകാരം പോയത് മോശമായി. പ്രതിപക്ഷ നിരയിലുള്ള BJPയുടെ 2 അംഗങ്ങളും കൗൺസിലിൽ എത്തിയിരുന്നില്ല. ഭരണപക്ഷത്തെ ചില അംഗങ്ങൾ അല്പം വൈകി കൗൺസിലിൽ എത്തുകയും ചെയ്തു.